സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നേമമണ്ഡലത്തിൽ CPM പ്രചാരണം തുടങ്ങി. മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ അവതരിപ്പിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. നേമത്ത് LDF സ്ഥാനാർത്ഥി പട്ടികയിൽ വി ശിവൻകുട്ടിയുടെ പേര് മാത്രമാണുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയ്യല്ലൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിഷ, നേമത്ത് വലിയ പോരിന് തന്നെയാണ് കളമൊരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തവണ BJPക്ക് കൈവിട്ടുപോയ ഒരു മണ്ഡലമാണ്. അവിടെ നിന്ന് BJP തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വി ശിവൻകുട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായും അവിടെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ഉണ്ടാകും. അതാണ് അത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇരു കൂട്ടരും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലമാണ്. ഒപ്പം തന്നെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ CPMന് കഴിഞ്ഞ ഒരു മണ്ഡലമാണ് എന്നൊരു പ്രത്യേകത കൂടി നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇത്തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരരംഗത്തേക്ക് എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു മത്സരം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് CPM ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ ഈ പ്രചരണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നേമത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ഇതുവരെ നേമമണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ, ഇനി നടത്താൻ പോകുന്ന വികസന പദ്ധതികൾ, ഇനി ഭാവിയിൽ നടത്തേണ്ടുന്ന പദ്ധതികൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഈ സെമിനാർ എന്നുള്ളതാണ്. വി ശിവൻകുട്ടി എന്ന ഒറ്റ പേരാണ് LDF സ്ഥാനാർത്ഥിയുടെ പേര് പട്ടികയിൽ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിലവിലെ MLA എന്നുള്ള നിലയിൽ വി ശിവൻകുട്ടി തന്നെ മുൻനിർത്തിക്കൊണ്ട് നിലവിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ളൊരു വീഡിയോ തന്നെ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. ഏതായാലും ഒപ്പം ഈ BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് കൊണ്ട് തന്നെ മതേതരത്വം ഇപ്പോൾ ഒരു കേരള സ്റ്റോറി അടക്കം വന്നൊരു പശ്ചാത്തലത്തിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതേതരത്വം പറയുന്ന നാട് എന്ന തരത്തിലേക്ക് പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാം വികസനവും മതേതരത്വവും അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് ഏതായാലും CPM കടന്നിട്ടുണ്ട്. അതേസമയം തന്നെ BJPയും മറ്റൊരു വശത്ത് ഏതൊക്കെ തരത്തിൽ നിയമത്തെ മാറ്റാൻ കഴിയുമെന്ന തരത്തിലുള്ള വികസന സെമിനാറുകൾ ഒരു വശത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിയമത്ത് കളം പിടിക്കാൻ BJPയും CPMഉം ഒരുപോലെ പ്രചരണ പരിപാടികൾ ശക്തിപ്പെടുത്തുകയാണ്. മാധു, ശരി, എന്തായാലും വികസന സെമിനാറുമായി CPMഉം കളം പിടിക്കാൻ ഒരുങ്ങുകയാണ്. നേമത്ത് തെരഞ്ഞെടുപ്പ് നേരത്തെ ആഘോഷമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.